നയന അടുക്കളയിൽ പച്ചക്കറി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്തേക്ക് അങ്ങോട്ട് ഒരു ആപ്പിളൊക്കെ ആയിട്ട് ഒരു ഫ്രിഡ്ജിൽ നിന്നും ആപ്പിളൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് ജലജ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഇതിനകത്ത് കുറേ കത്തി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും എടുക്കാതെ ഇവളുടെ കയ്യിൽ നിന്ന് കത്തി മേടിക്കാം എന്നും പറഞ്ഞിട്ട് ജലജ മനഃപൂർവ്വം ഓരോ വിഷയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവളുടെ അടുത്തേക്ക് പോയിട്ട് കത്തി ഇങ്ങനെ ഞാൻ ആപ്പിളൊന്ന് മുറിക്കട്ടെ എന്ന് പറയാണ്. ഇത്രയും ആപ്പിൾ മുറിച്ച് വരുമ്പോൾ കുറച്ച് സമയം പിടിക്കില്ലേ, അതിനകത്തൊന്ന് കത്തി എടുത്തോ, ഇത് ഞാൻ പച്ചക്കറി ഇടുന്ന കത്തിയാണെന്ന് പറയുന്നുണ്ട്. എന്താടി പച്ചക്കറിനൊരു കത്തിയെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതല്ല അപ്പച്ചി, എനിക്ക് ഇതാകുമ്പോൾ നല്ല വശമായി കത്തി, ഞാൻ ഇന്ന് ഇതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല കട്ടിംഗ് ബോർഡിൽ നിന്ന് നന്നിട്ട് വെട്ടാനും പറ്റുമെന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ ഈ കത്തി തന്നെ മതി എന്ന് പറയാണ്. വെറുതെ എന്തിനാ അപ്പച്ചിന്ന് വഴക്കുണ്ടാക്കുന്നത്, അപ്പച്ചിക്ക് വേറെ ഏതെങ്കിലും കത്തി എടുത്താൽ പോരെ, ആപ്പിൾ അറിയാനും ഫ്രൂട്ട്സ് ഉണ്ടാക്കാൻ ഇഷ്ടംപോലെ കത്തി ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അല്ലടി എനിക്ക് നീ ഉപയോഗിക്കുന്ന കത്തി തന്നെ വേണമെന്ന് പറയാണ്. എന്തായാലും ഇപ്പോൾ ഇത് തരാൻ മനസ്സില്ല, ഞാനേ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കാം, ഇത്രയും ആപ്പിൾ കണ്ടിരുന്ന സമയം കൊണ്ട് ഞാൻ ഈ പച്ചക്കറി അരിഞ്ഞ് തീരും, ഉച്ചക്കത്തിനുള്ള സാധനം ഒന്നും ആയിട്ടില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് റെഡിയാക്കേണ്ടതാ, ദയവ് ചെയ്ത് ശല്യപ്പെടുത്താൻ ഒന്ന് പോയി തരാമോ എന്ന് ചോദിക്കുമ്പോൾ ഓഹോ അത്രയ്ക്കായല്ലേ നീ, എങ്കിൽ ഇന്ന് ഞാൻ മേടിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നയനയുടെ കയ്യിൽ നിന്നും ജലജ കത്തി ഇങ്ങനെ പിടിച്ചു വാങ്ങാൻ നോക്കുകയാണ്. അപ്പച്ചി കയ്യിൽ നിന്ന് വിട്, അപ്പച്ചി എന്തേ കാണിക്കുന്നേ, വിട്ടേ അങ്ങോട്ട് എന്നൊക്കെ നയനെ പറയുന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് താടിയെന്ന് പറഞ്ഞ് കത്തി പിടിച്ച് വലിച്ചു മേടിക്കുകയാണ്. അപ്പോഴേക്കും നയനയുടെ കയ്യിൽ ആ കത്തി കൊണ്ട് കൈ മുഴുവനും ചോര ഇങ്ങനെ ഒഴുകാണ് കേട്ടോ. അപ്പോഴേക്കും അയ്യോ അമ്മയെന്നും പറഞ്ഞ് നയന ഇത് കണ്ട് കരയുന്നുണ്ട്. അപ്പോഴേക്കും ജലജ ഈശ്വര പണിയായോ, കത്തി കൊണ്ട് കൈ മുറിഞ്ഞല്ലോ അവളൊന്ന് പേടിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഇവളുടെ കരച്ചിൽ കേട്ടുകൊണ്ട് ദേവയാനി മുത്തശ്ശിയും എല്ലാവരും ആദർശൊക്കെ ഓടി വരുന്നുണ്ട്. അയ്യോ ചോര, മോളെ എന്താ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് മുത്തശ്ശി ഓടി വരികയാണ്. മുത്തശ്ശി ഞാനവിടെ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ ആപ്പിൾ കണ്ടിക്കാൻ ഈ കത്തി തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് എൻ്റെ കയ്യിൽ നിന്നും ഈ അപ്പച്ചി പിടിച്ച് മേടിച്ചതാ കത്തി, അങ്ങനെ കൈ മുറിഞ്ഞതാണ് എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശൻ ചോദിക്കുകയാണ് ജലജെ ഇവിടെ വേറെ കത്തിയൊന്നുമില്ലേ നിനക്ക് പണിയാനായിട്ട്, ഇവള് പച്ചക്കറി അരിഞ്ഞ ഉച്ചയ്ക്കത്തേനുള്ള ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അതിനിടയ്ക്ക് തന്നെ വേണം അല്ലേ നിനക്ക് ആപ്പിള് മുറിക്കണമെങ്കിൽ വേറെ കത്തി ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. ദാ മോളുടെ കൈയെല്ലാം മുറിഞ്ഞ് ചോരൊഴുകുന്ന കണ്ടില്ലേ, ആദർശ് പെട്ടെന്ന് ഡോക്ടറെ വിളിക്ക്, ഡ്രസ്സ് ചെയ്ത് വെക്കാം, കത്തി കൊണ്ടതല്ലേ ഒരു TT എടുക്കേണ്ടി വരുമായിരിക്കും, ഹോസ്പിറ്റലിലേക്ക് എല്ലാം കൊണ്ടുപോകേണ്ടി വരുമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവേനി പറയാണ് അത്രയ്ക്കൊന്നും ഇല്ല മുത്തശ്ശ, ഇവിടെ എപ്പോഴും അരിയുന്ന കത്തിയല്ലേ, അതിൽ തുരുമ്പൊന്നും ഇല്ല, അതുകൊണ്ട് ചുമ്മാ ഒരു തുണി അങ്ങ് ചുറ്റി കെട്ടിവെച്ചാൽ മതി എന്ന് പറയാണ്. അത് നീയാണോ തീരുമാനിക്കുന്നത്, ഞാൻ തീരുമാനിച്ചോളാം, ആദർശേ ഡോക്ടറെ വിളിക്ക് എന്ന് പറയുന്നുണ്ട്. ആദർശാണെങ്കിലോ ഈ കയ്യിൽ ചോര വരുന്നുണ്ടെങ്കിൽ ഞെട്ടി നിൽക്കുകയാണ്. ആദർശേ പറഞ്ഞത് കേട്ടില്ലേ, ആ മുത്തശ്ശ കേട്ടു, ഞാൻ ഡോക്ടറെ വിളിക്കാം. ഓടി ആദർശ പരിസരബോധം മറന്ന് പെട്ടെന്ന് തന്നെ ആദർശിന്റെ മനസ്സിൽ ഒരു പിടപ്പുണ്ടാകുന്നുണ്ട്. കാരണം ആദർശിന് സുഖമില്ലാതായപ്പോഴൊക്കെ തന്നെ നയന അതുപോലെ അവൻ കെയർ ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നയനയ്ക്ക് ഇത് ഉണ്ടായപ്പോൾ തന്നെ പെട്ടെന്ന് അവനൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഓടി അവളുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് നയന എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും ഇത്ര നേരം അവൾ പറഞ്ഞിട്ട് നീ കേട്ടില്ലേടാ എന്ന് മുത്തശ്ശി ചോദിക്കുകയാണ്. അല്ല അത് മനസ്സിലായി, ഒരുപാട് ആഴത്തിൽ മുറിഞ്ഞു ഒന്ന് ചോദിക്കുന്നുണ്ട്. അതറിയില്ല ആദർശേട്ടാ, നല്ല വേദനയുണ്ട് എന്ന് പറയാണ്. നീ പെട്ടെന്ന് ഇച്ചിരി വെള്ളത്തിലൊന്ന് കഴുകിക്കെന്ന് പറഞ്ഞ് അവൻ ആ കൈ പിടിച്ച് കഴുകിക്കുകയാണ്. അപ്പോഴേക്കും ജയം പറയാണ് അച്ഛാ ഞാൻ ഡോക്ടറെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ജയം പോയി ഡോക്ടറെ വിളിക്കുന്നുണ്ട്. അപ്പം ഇവൻ്റെ ഈ ഒരു ശുശ്രൂഷയൊക്കെ കാണും മുത്തശ്ശിനും സന്തോഷമാവുന്നുണ്ട്. അവൾക്കൊരു വയ്യാഴിക്ക് വന്നപ്പോൾ അവൻ നോക്കിയല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവയാനി അവൻ പിടിക്കാൻ വേണ്ടി വേണമെങ്കിൽ മനഃപൂർവ്വം മുറിച്ചതാവാൻ സാധ്യതയുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ജലജ ഓർക്കാണ് ഈശ്വര ഞാൻ കുഴിച്ച കുഴിയിൽ ഞാൻ തന്നെ വീഴുന്ന അവസ്ഥയായല്ലോ ഇത് എന്നും പറഞ്ഞ് മനസ്സിലാലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ആദർശ് നായുടെ കൈ കഴുകിയിട്ട് ഇനി കുറച്ചു നേരം പൊക്കിപ്പിടിക്കുക, അപ്പം ചോര ഒരുപാട് പോവാതിരിക്കും എന്ന് പറയാണ്. അമ്മേ പെട്ടെന്ന് ഒരു തുണിയും എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞ് ദേവേനെ പറഞ്ഞപ്പോൾ ദേവേനെ അവനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. അമ്മ എന്താ നോക്കി നിൽക്കുന്നേ, തുണി എടുത്തോണ്ട് വാ എന്നും പറഞ്ഞ് ദേവയാനി ദേഷ്യപ്പെടുമ്പോൾ ദേവയാനി അവൻ്റെ മുഖത്തോടെ നിന്ന് രൂക്ഷമായിട്ട് നോക്കിയിട്ട് തുണി എടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾ മുറുമുറുത്തോടാണ് പോകുന്നത്. അങ്ങനെ പോയിട്ട് അവളൊരു തുണിയും കൊണ്ട് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആദർശ് ആ തുണി ഇങ്ങനെ വെച്ച് കെട്ടുന്നുണ്ട് കേട്ടോ. ഇനി ബ്ലഡ് പോവാതിരിക്കണം, ബ്ലഡ് ഈ ഉച്ച സമയത്തൊക്കെ ബ്ലഡ് പോയാൽ ഒരുപാട് ബ്ലഡ് ലോസ് ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നയന ആദർശിന് ഈ ഒരു സ്നേഹവും ആ ഒരു സാമീപ്യമൊക്കെ അവൾക്ക് ഒരുപാട് ഫീൽ ചെയ്യുന്നുണ്ട്. പറയാണ് ആദർശേട്ടാ ഒരുപാട് സന്തോഷമുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് ഓടി വന്ന് എന്താണെന്നൊക്കെ ചോദിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നീ അടുക്കള ജോലിയൊന്നും ചെയ്യേണ്ട, ഇവിടെ വന്നിരിക്കുമെന്ന് പറഞ്ഞ് സെറ്റിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തുന്നുണ്ട്. അപ്പോഴേക്കും ജയം വിളിച്ചതിന് ഡോക്ടർ വരുന്നുണ്ട് കേട്ടോ. ഡോക്ടർ വരികയാണ്. അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് ഡോക്ടർ വരുന്നത്. വന്നതിന് ശേഷം എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം അടുക്കളയിൽ പാചകം ചെയ്യായിരുന്നു, പെട്ടെന്ന് കൈയൊന്ന് മുറിഞ്ഞെന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ അവർ കെട്ടഴിച്ച് കാണിക്കുകയാണ്. ഇത് ചെറിയ മുറിവേ ഉള്ളൂ, വലിയ കുഴപ്പമില്ല, കത്തി പറഞ്ഞതുപോലെ ഉണ്ടല്ലോ എന്ന് പറയുമ്പം അങ്ങനെ സംഭവിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മരുന്ന് വെച്ച് ഡോക്ടർ ആ കൈ കെട്ടിക്കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആദർശനോട് പറയാണ് ഈ ട്രീറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല നൈഫല്ലേ,
അപ്പം പിന്നെ അതിൻ്റെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നയന പറയാണ്, കഴിഞ്ഞ വർഷം ഞാൻ ഒരു TT എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ ഇനി 4 വർഷം കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചെടുത്താൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡോക്ടർ മരുന്നൊക്കെ കൊടുത്തിട്ട് പോകുന്നുണ്ട്. അങ്ങനെ നയന ഉച്ചയ്ക്കത്തിനുള്ള ഒന്നും ആയിട്ടില്ല, ഇപ്പോൾ കൈക്ക് കുഴപ്പമില്ല, ഞാൻ പോയി ചെയ്യാമെന്ന് പറയുമ്പോൾ ജാനകി പറയാണ്, വേണ്ട വേണ്ട, ഞാനും മീനാക്ഷി ഉണ്ടല്ലോ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, മീനാക്ഷി നീ മാത്രമല്ല, ഇവിടെ വേറെയും ചിലരുണ്ട് വെറുതെ മേക്കപ്പ് ഇട്ട് ഇരിക്കാൻ വേണ്ടി മാത്രം എന്ന് പറയുമ്പോഴേക്കും ജലജയും ദേവയാനി മുഖത്തോടെ മുഖം നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുത്തശ്ശൻ ചാടി എഴുന്നേറ്റ് ജലജയോട് പറയാണ്, പിന്നൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ആവശ്യമില്ലാതെ രണ്ട് വഴക്കുണ്ടാക്കിയോ ഇതുപോലെ പ്രവർത്തിയോടെ കാണുകയോ ചെയ്താൽ നിന്റെ കർണം അടിച്ചാൽ പൊളിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ജലജ തല കുണിച്ചിങ്ങനെ നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഈ കത്തി കൊണ്ട സമയത്ത് കൈക്ക് ഉള്ളിലേക്ക് കാണാൻ കീറി മുറിഞ്ഞു പോയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, വല്ല വിരലങ്ങനെ അറ്റുപോയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ നീ എന്ന് ചോദിക്കുകയാണ്. ഒരാളുടെ കയ്യിലിരിക്കുന്ന മാരകായം തന്നെ നിനക്ക് പിടിച്ചു മേടിക്കണമായിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ച് മുത്തശ്ശൻ വഴക്ക് പറയുന്നുണ്ട്. അച്ഛാ, ഇങ്ങനെ മുറിന്ന് ഞാൻ അറിഞ്ഞോ, ഒന്നൊക്കെ തന്നാൽ ആ പ്രശ്നങ്ങൾ തീരത്തില്ലായിരുന്നോ? അപ്പോഴേക്കും നയന പറയാണ്, മുത്തശ്ശ ഞാനത് എന്നും ഉപയോഗിക്കുന്ന കത്തിയാ, എനിക്ക് ആ കത്തി നല്ല വശമാണ്, അതുകൊണ്ട് പച്ചക്കറി കട്ട് ചെയ്യാൻ എനിക്ക് നല്ല ഈസിയാണ്, അതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവിടെ വേറെ ഒരുപാട് കത്തി ഉണ്ടായിരുന്നു, അതെടുക്കാൻ ഞാൻ ആവുമെന്ന് പറഞ്ഞപ്പോൾ ഇത് തന്നെ വേണമെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഈ അപകടം സംഭവിച്ചതെന്ന് നയന പറയുന്നുണ്ട്. ഈ സമയത്തെല്ലാം ആദർശ് ഇങ്ങനെ നയനയുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നയനയെ ശുശ്രൂഷയോടെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ദേവയാനി ഓർക്കാണ്, ഇതെന്താ ഇവക്ക് വല്ല മാരക രോഗം പിടിവിട്ടോ, അവൻ പോയി ഇങ്ങനെ ഒട്ടിച്ചേർന്നിരിക്കാൻ അങ്ങനെ പറയുന്നുണ്ട്. ആദർശ് മോനെ നയനെ കൊണ്ട് മുറിയിലേക്ക് കിടത്ത് എന്ന് പറയുമ്പോഴേക്കും ദേവയാനി ചോദിക്കുകയാണ്, കൈയൊന്നും മുറിഞ്ഞേലേ ഉള്ളൂ അച്ഛാ, അതിനുകൊണ്ട് മുറിയിലേക്ക് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറയാണ് കേട്ടോ. മുത്തശ്ശൻ മോനെ നീ കൊണ്ട് അവളെ കൊണ്ട് മുറി കിടത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവന് മനസ്സിൽ കരുതുകയാണ്, അവൾ എല്ലാ രീതിയിലും അച്ഛനെ സ്വാധീനിച്ചു കഴിഞ്ഞു, ഇപ്പം എനിക്കൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ്, എനിക്കിപ്പോൾ ഇവിടെ യാതൊരു വിലയില്ല എന്നൊക്കെ മനസ്സിൽ പറയുന്നുണ്ട്. ഈ സമയത്ത് മുത്തശ്ശനോട് രഹസ്യമായിട്ട് പറയാണ്, എന്തായാലും ഈ ഒരു അവസരം മുതലാക്കണം, അവനിപ്പോൾ അവളുടെ കുറച്ച് സ്നേഹവും ഒരു അനുഭൂതിയൊക്കെ ഇതൊക്കെ തോന്നുന്നുണ്ട്, ആ ഒരു സമയം തന്നെ നമ്മൾ മുതലാക്കിയിട്ട് എങ്ങനെയെങ്കിലും അവർ തമ്മിൽ അടുപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ഈശ്വരനായിട്ട് വഴിതെളിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ, എന്തായാലും അവർ കുറച്ച് സ്നേഹത്തോടൊക്കെ ഇരിക്കട്ടെ, ദേവ്യാനെ നീ അങ്ങോട്ട് വിടാതിരുന്നാൽ മതി എന്ന് മുത്തശ്ശിയോട് പറയുന്നുണ്ട്. ആ കാര്യം ഞാൻ ഏറ്റു, അവളെ ആ വഴിക്കോട്ട് പോലും അടുപ്പിക്കാതെ ഞാൻ നോക്കിക്കോളാം, അല്ലെങ്കിൽ ഇപ്പം തന്നെ അവരുടെ പുറകെ പോയിട്ട് അവളെ തിരിച്ച് വിളിച്ചുകൊണ്ട് വരും, ആ ഒരു രീതിയാണ് ദേവേനയുടെ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവനെ ശ്രദ്ധിക്കുകയാണ്, ഇവരെന്തായി മുറുമുറുക്കുന്നതെന്ന്. അപ്പം മുത്തശ്ശി പറയാണ്, എന്താ ദേവേനെ നോക്കുന്നേ, നിന്നെക്കുറിച്ച് എന്തായാലും ഞങ്ങൾ പറയാണെന്നാണോ നോക്കിയെന്ന് പറയുമ്പം ദേവേനി പറയാണ്, ഇപ്പം അങ്ങനെയൊക്കെയാണല്ലോ, പുതിയ മരുമകൾ വന്നേ പിന്നെ ഞങ്ങളെ ആർക്കും കാണാൻ വയ്യല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലെ കുഴപ്പം തന്നെയാണ്, അല്ലാതെ ഞങ്ങളുടെ ആരുടെയും പ്രശ്നമല്ല എന്ന് മുത്തശ്ശി പറഞ്ഞ് കളിയാക്കി ചിരിക്കുമ്പോഴേക്കും ദേവയാനി ഇങ്ങനെ അടി കൊണ്ടുപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ദേവയാനി മുത്തശ്ശൻ ചിരിച്ചുകൊണ്ട് അവിടുന്ന് പോവാണ്. ഇതേ സമയത്ത് തന്നെ ആദർശ് നയനനെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുറിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. നീ ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തോ, എനിക്ക് കുറച്ച് വർക്ക് തീർക്കാനുണ്ട്, ഞാനിവിടെ നിന്ന് ലാപ്ടോപ്പിൽ ജോലി ചെയ്തോളാമെന്ന് പറയുന്നുണ്ട്. നയന പറയണം, എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി ആദർശേട്ടാ, ഈ ഒരു മുറിവിൻ്റെ വേദന പോലുമില്ല, എനിക്ക് അത്രയ്ക്ക് സന്തോഷമുണ്ട്, എൻ്റെ ഭർത്താവ് എന്നെ ഇതുപോലെ കെയർ ചെയ്തല്ലോ, എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇത്രയും നാളും എനിക്ക് ആരുമില്ലാന്ന് ഓർത്തായിരുന്നിരുന്നേ, എൻ്റെ അമ്മ അച്ഛനും മാത്രമുള്ളതെന്നാണ് ഓർത്തേ, പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനല്ല, എനിക്ക് എൻ്റെ ഭർത്താവ് കൂടി ഉണ്ടെന്നുള്ള ആത്മവിശ്വാസം ഉണ്ട് എന്ന് നയന പറയാണ്.